കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. നമ്മൾ ആത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 6-ാം സർഗം 17-ാമത്തെ ശ്ലോകം വരെ ചെയ്തു. അപ്പോൾ 16 വരെ എന്താ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങൾ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് സുഗ്രീവൻ. ആർക്ക്? ശ്രീരാമന് അല്ലേ. ജാംബവാനെ സൈന്യാധിപനാണ്. ഹനുമാൻ പരാക്രമിയാണ്, പ്രസിദ്ധനാണ്, വായുപുത്രനാണ്, അതിതേജസ്വിയാണ്, ബുദ്ധിമാനാണൊക്കെ പറഞ്ഞു അല്ലേ. പിന്നെ നളൻ, നീലൻ, ഗവയൻ, ഗവാക്ഷൻ, ഗന്ധമാധനൻ, ശരഭൻ, മൈന്ദവൻ, ഗജൻ, പനസൻ, വലിമുഖൻ, ദതിമുഖൻ, ഇങ്ങനെ മുഖ്യന്മാരെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇന്ദ്രന് തുല്യം യുദ്ധം ചെയ്യാൻ സമർത്ഥരാണ് ഇവരൊക്കെ അങ്ങ് പറയണത് ആജ്ഞ ശിരസാ വഹിച്ച് എല്ലാം സീതാന്വേഷണത്തിന് റെഡിയായി നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് 17 ഒരു വരിയും 18, 19 ചെല്ലാം. ഏഷ ബാലിസുത ശ്രീമാൻ അംഗദോ നാമ വിശ്രുത ബാലി തുല്യബലോ വീരോ രാക്ഷസാനാം ബലാന്തക ഏതേ ചാന്യേ ച ബഹവസ്ത്വദർത്ഥേ ത്യക്തജീവിതാഃ യോദ്ധാരപർവതാഗ്രൈശ്ച നിപുണാഃ ശത്രുഘാതനേ ആജ്ഞാപയ രഘുശ്രേഷ്ഠ സർവേ തേ വശവർത്തിനാം. ഏഷ ബാലിസുഹ ശ്രീമാൻ അംഗദഃ നാമ വിശ്രുത. ഇവൻ ബാലിയുടെ മകനാണ്, അംഗദൻ എന്നാണ് പേര്. വളരെ കേമനാണ്, വളരെ വിഖ്യാതനാണ്. ബാലി തുല്യബലഹ വീര, ബാലിക്ക് തുല്യമായിട്ടുള്ള ബലം ഈ അംഗദനുണ്ട് മകന്. രാക്ഷസാനാം ബലാന്തക, രാക്ഷസന്മാരുടെ ബലത്തിനെയൊക്കെ, അതായത് രാക്ഷസന്മാരുടെ ബലത്തിനൊരു അന്ത്യം കുറിക്കുന്ന ആളാണ്. അവരെയൊക്കെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റുന്ന ആളാണ്. ഏതേ അന്യേച്ച, ഇവരും മറ്റുള്ളവരുമായ ബഹവ അനവധി വാനരന്മാർ ത്വദർത്ഥേ ത്യക്തജീവിതാഹ, അങ്ങയ്ക്ക് വേണ്ടി ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് വന്നിറക്കുകയാണ് ഇവിടെ. പർവ്വതാഗ്രഹി ച യോദ്ധാര, പർവ്വതങ്ങളുടെ ശിഖരങ്ങളൊക്കെ പറിച്ചെടുത്ത് യുദ്ധം ചെയ്യും, അത്ര ശക്തിയുണ്ട്. പർവ്വത ശിഖരങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? പർവ്വത ശിഖരങ്ങൾ പുഴക്കിയെടുത്തിട്ടേ ശത്രുഘാതനേ നിപുണ, ശത്രുക്കളെയൊക്കെ കൊല്ലുന്നതിൽ സമർത്ഥന്മാരാണ്. രഘുശ്രേഷ്ഠ ആജ്ഞാപയ രഘുപതേ, ഏകം കൽപ്പിച്ചാലും ഇവരോട് സർവേതേ വശവർത്തിന, എല്ലാവരും അങ്ങയുടെ വശവർത്തികളാണ്, അധീനത്തിലാണ്. അങ്ങയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇവരോട് എന്ത് വേണമെങ്കിൽ കൽപ്പിക്കാൻ. അതാണ് പറഞ്ഞത്. അംഗദനെ ഒന്ന് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇത് അംഗദൻ ബാലിയുടെ പുത്രനാണ്. ബാലിയെ പോലെ തന്നെ ബലശാലിയാണ്. ഉറപ്പാണ് രാക്ഷസന്മാരുടെ അന്തകനായിട്ട് ഇവനെ കണ്ടോളൂ, അത്ര ശക്തിയുണ്ട്. വളരെ വിഖ്യാതനുമാണ്. മറ്റുള്ളവരും ഇതേപോലെയുള്ള പല വാനരന്മാരും വേറെയുണ്ട്. പർവ്വത ശിഖരങ്ങൾ പുഴക്കിയെടുത്തിട്ട് ഇവർ വേണമെങ്കിൽ യുദ്ധം ചെയ്യും. ശത്രുക്കളെയൊക്കെ വധിക്കാൻ വളരെ നിപുണന്മാരാണ് ഇവർ. ഇവർക്ക് കൽപ്പന കൊടുക്കേ വേണ്ടൂ ഭഗവാൻ. ഇവർ മുഴുവൻ അങ്ങ് പറഞ്ഞത് കേൾക്കാൻ അങ്ങയുടെ അധീനത്തിലാണ്. പൂർണ്ണമായിട്ടും അങ്ങയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവരോട് എന്ത് കൽപ്പിച്ചാലും അവർ വേഗം അത് ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞു ശ്രീരാമനോട്. ഏഷ ബാലി സുത ശ്രീമാൻ അംഗദോ നാമ വിശ്രുതഃ. 18 ബാലി തുല്യബലോ വീരോ രാക്ഷസാനാം ബലാന്തക ഏതേ ചാന്യേ ച ബഹവസ്ത്വദർത്ഥേ ത്യക്തജീവിതാഃ യോദ്ധാരപർവതാഗ്രൈശ്ച നിപുണാഃ ശത്രുഘാതനേ ആജ്ഞാപയ രഘുശ്രേഷ്ഠ സർവേ തേ വശവർത്തിനാഃ. ഇനി 20, 21, 22, 23, 24 5 ഒന്നിച്ചാണ്. രാമ സുഗ്രീവമാലിംഗ്യ ഹർഷപൂർണാശ്രുലോചന പ്രാഹ സുഗ്രീവ ജാനാസി സർവം ത്വം കാര്യഗൗരവം മാർഗണാർത്ഥം ഹി ജാനക്യ നിയുങ്ക്ഷ്വ യദി രോചതേ. ശ്രുത്വാ രാമസ്യ വചനം സുഗ്രീവ പ്രീതമാനസഃ
പ്രേഷയാമാസ ബലിനോ വാനരാൻ വാനരർഷഭഃ ദിക്ഷു സർവാസു വിവിധാൻ വാനരാൻ പ്രേഷ്യ സത്വരം ദക്ഷിണം ദിശമത്യർത്ഥം പ്രയത്നേന മഹാബലാൻ യുവരാജം ജാംബവന്തം ഹന്യമന്തം മഹാബലം നളം സുഷേണം ശരഭം മൈന്ദം ദ്വിവിധമേവ ച പ്രേഷയാമാസ സുഗ്രീവോ വചനം ചേതമബ്രവീത്. സുഗ്രീവ ആലിംഗ്യ, സുഗ്രീവനെ ആലിംഗനം ചെയ്തിട്ട് ഹർഷപൂർണാശ്രുലോചന രാമ, സന്തോഷം കൊണ്ട് കണ്ണുകളിൽ വെള്ളം നിറച്ച രാമൻ പ്രാഹ ഇപ്രകാരം പറഞ്ഞു. സുഗ്രീവ കാര്യഗൗരവം സർവം ത്വം ജാനാസി. സുഗ്രീവ കാര്യഗൗരവം നിനക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ജാനക്യാഹ മാർഗണാർത്ഥം, ജാനകി അന്വേഷിക്കാൻ ആയിട്ട് യതി രോചത്തെ നിയുങ്ക്ഷ്വ, നിനക്ക് സന്തോഷമുള്ള പക്ഷം, അതായത് നിനക്ക് വിരോധമില്ലെങ്കിൽ ഇവരെ നിയോഗിച്ചാലും, ഈ വാനരന്മാരെ. രാമസ്യ വചനം ശ്രുത്വ, രാമൻ്റെ വാക്കുകൾ കേട്ടിട്ട് പ്രീതമാനസ വാനരഷഭ സുഗ്രീവ, സന്തോഷിച്ച മനസ്സോടുകൂടിയ വാനരരാജാവായ സുഗ്രീവൻ ബലിനഹ വാനരാൻ, ബലവാന്മാരായ വാനരന്മാരെ പ്രേഷയാമാസ അയച്ചു സീതാന്വേഷണത്തിനായിട്ടേ. വിവിധാൻ വാനരാൻ, പലതരത്തിലുള്ള വാനരന്മാരെ സർവാസു ദിക്ഷു സത്വരം പ്രേഷ്യ, എല്ലാ ദിക്കിലേക്കും വേഗം അയച്ചു. ദക്ഷിണാം ദിശം, ദക്ഷിണ ദിക്കിലേക്ക് അത്യർത്ഥം പ്രയത്നേന, വളരെ ആലോചിച്ചതിന് ശേഷം യുവരാജം, യുവരാജാവിനെയും ജാംബവന്തം, ജാംബവാനെയും മഹാബലം ഹനുമന്തം, മഹാബലവാനായ ഹനുമാനെയും നളം സുഷേണം ശരഭം മൈന്ദം ദിവിധം എന്ന് ഏവാച്ച, നളൻ സുഷേണൻ ശരഭൻ മൈന്ദൻ ദിവിധൻ ഇവരെയും പ്രേഷയാമാസ, ഈ ഇതം വചനം അബ്രവീദിച്ച, ഈ വാക്ക് പറഞ്ഞു. എന്താ വെച്ചാൽ രാമന് സന്തോഷമായി. സുഗ്രീവൻ ഇങ്ങനെ പിന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞുല്ലോ കഴിഞ്ഞ ഇതിൽ. അപ്പോൾ രാമന് സന്തോഷമായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് സന്തോഷം കൊണ്ട്, സന്തോഷ കണ്ണീരോടുകൂടി സുഗ്രീവനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, സുഗ്രീവ നിനക്ക് കാര്യഗൗരവം തികച്ചും മനസ്സിലായിരിക്കണു. സീതയെ അന്വേഷിച്ച് അറിഞ്ഞു വരാൻ നിൻ്റെ ആൾക്കാരെ നിയോഗിച്ചോളൂ. അത് അപ്പം രാമവാക്യം കേട്ടപ്പോൾ സുഗ്രീവനും സന്തോഷമായി. കാരണം അങ്ങട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാനൊരു അവസരം കിട്ടിയല്ലോ. അപ്പോൾ സുഗ്രീവനും ബലവാന്മാരായിട്ടുള്ള വാനരന്മാരെ സർവ്വദിക്കുകളിലേക്കും പലതരത്തിലുള്ള വാനരന്മാരെ അയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ആലോചിച്ചതിന് ശേഷം തെക്ക് ഭാഗത്തേക്ക് അംഗദനെയും ജാംബവാനെയും ഹനുമാനെയും പിന്നെ അതിബലവാന്മാരായിട്ടുള്ള ആരൊക്കെയാണ് വെച്ചാൽ അവർ, അതായത് ഏറ്റവും കഴിവുള്ളവരെയൊക്കെ തെക്ക് ദിക്കിലേക്ക് അയച്ചു. നല്ലോണം ആലോചിച്ചതിന് ശേഷമാണ്. കാരണം അവിടെ ആവാൻ സാധ്യത ഉണ്ട്. രാവണൻ തെക്കാണ് ലങ്ക. അപ്പോൾ രാവണനാവാൻ നല്ല സാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ അറിയാം എന്നുള്ള പോലെയാണ് കഷ്ടിച്ച്. അതുകൊണ്ട് തെക്ക് ദിക്കിലേക്ക് അതിലത്തെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വാനരന്മാരെയാണ് അയച്ചത്. നല്ലോണം ആലോചിച്ചതിന് ശേഷമാണ്. ബാക്കി ദിക്കിലേക്കൊക്കെ ബാക്കിയുള്ളവരൊക്കെ അയച്ചു. കൃത്യം അവിടുന്ന് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിനോന്ന് ശരിയല്ലോ. ലങ്ക തെക്കാണെങ്കിലും ലങ്കയിൽ നിന്ന് വേറെ എങ്ങടെയെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ എല്ലാ ദിക്കിലേക്കും അയച്ചു. പക്ഷേ തെക്ക് ദിക്കിലേക്ക് ഏറ്റവും പ്രബലന്മാരായിട്ടുള്ള അംഗദൻ, ജാംബവാൻ, ഹനുമാൻ, നളൻ, സുഷേണൻ, ശരഭൻ, മൈന്ദൻ, ദ്വിവിധൻ ഇവരൊക്കെ അയച്ചു. എന്നിട്ട് ആ വിവരം വന്ന് ഇവരൊക്കെ അയച്ചിരിക്കണു എന്നുള്ള വിവരം ശ്രീരാമനോട് വന്ന് പറയുകയും ചെയ്തു. എന്നാൽ നീ സീതാന്വേഷണത്തിന് നിൻ്റെ ആൾക്കാരെ അയച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ വേഗം അവരൊക്കെ പോയി ഈ പണി ഡെലിഗേറ്റ് ചെയ്തു, അവർക്ക് കൊടുത്തു. അവരോടൊക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് പറഞ്ഞു ശ്രീരാമനോട് ഇവരൊക്കെ അയച്ചു കഴിഞ്ഞു എന്ന്. അത്ര റെഡി ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമുക്ക് ഈ 5 ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ആലിംഗ്യ ഹർഷപൂർണാശ്രുലോചന പ്രാഹ സുഗ്രീവ ജാനാസി സർവം ത്വം കാര്യഗൗരവം. നിനക്ക് കാര്യഗൗരവം മനസ്സിലായി എന്ന് എനിക്ക് സന്തോഷമുണ്ട്. മാർഗണാർത്ഥം ഹി ജാനക്യ നിയുങ്ക്ഷ്വ യതിരോചതേ, നിനക്ക് വിരോധമില്ലെങ്കിൽ ജാനകിയെ അന്വേഷിക്കാനായിട്ട് ആൾക്കാരെ അയച്ചോളൂ, വാനന്മാരെ അയച്ചോളൂ. ശ്രുത്വ രാമസ്യ വചനം സുഗ്രീവ പ്രീതമാനസ. ഇത് കേട്ടപ്പോൾ സുഗ്രീവന് സന്തോഷമായി.
അങ്ങോട്ട് ചെയ്ത ആ ഉപകാരം തിരിച്ചൊരു ഉപകാരം ചെയ്യാനുള്ള അവസരം കിട്ടിയതിൽ വെച്ചൊരു സന്തോഷമായി. പ്രേഷയാമാസ ബലിനോ വാനരാൻ വാനരർഷഭ ദിക്ഷു സർവാസു, എല്ലാ ദിക്കിലേക്കും വിവിധാൻ വാനരാൻ പ്രേഷ്യ സത്വരം, പലതരത്തിലുള്ള വാനരന്മാരെ എല്ലാ ദിക്കിലേക്കും അയച്ചിട്ട് എക്സെപ്റ്റ് തെക്കോട്ട് ദക്ഷിണാം ദിശം അത്യർത്ഥം പ്രയത്നേന, നല്ലോണം ആലോചിച്ചതിന് ശേഷം ദക്ഷിണ ദിക്കിലേക്ക് മഹാബലാൻ യുവരാജാവ് അംഗദനാണ്, ജാംബവന്തം ജാംബവാൻ, ഹനുമാൻ നളം സുഷേണം ശരഭം മൈന്ദം ദ്വിവിധമേവച, അവരൊക്കെ പ്രേഷയാമാസ അയച്ചു. സുഗ്രീവോ വചനം ചേതമബ്രവീത്, എന്നിട്ട് രാമനോട് ആ വിവരം പറഞ്ഞു. ഇനി 25, 26, 27 ഒന്നിച്ച് ചെയ്യാണ്. വിചിന്വന്തു പ്രയത്നേന ഭവന്തോ ജാനകീം ശുഭാം മാസാദർവാങ് നിവർത്തത്വം മച്ഛാസന പുരസ്സരാഹ സീതാമദൃഷ്ട്വാ യദി വോ മാസാദൂർധ്വം ദിനം ഭവേത് തദാ പ്രാണാന്തികം ദണ്ഡം മത്തപ്രാപ്സ്യഥ വാനരാഹ ഇതി പ്രസ്ഥാപ്യ സുഗ്രീവോ വാനരാൻ ഭീമവിക്രമൻ രാമസ്യ പാർശ്വേ ശ്രീരാമം നത്വാ ചോപവിവേശസഃ ശുഭാം ജാനകീം, ആ ശോഭയോടുകൂടിയ ജനകപുത്രിയെ ഭവാന്മാർ പ്രയത്നേന വിജിന്നന്തു, കഷ്ടപ്പെട്ട് തിരയണം. അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് ജാനകിയെ തിരയണം. മച്ഛാസന പുരസ്സരാഹ, എൻ്റെ ആജ്ഞയെ ആദരിക്കണം. മാസാദർവാക്ക്, 1 മാസത്തിൻ്റെ ഉള്ളിൽ കൽപ്പന കൊടുക്കുകയാണ്, ആജ്ഞ. ദിസ് ഈസ് ഒരു ആജ്ഞയാണ്. നിവർത്തത്വം, നിങ്ങൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മടങ്ങി വരണം. സീതാം അദൃഷ്ട്വ, സീതയെ കാണാതെ മാസാദൂർധ്വം ദിനം ഭവേത്, 1 മാസവും 1 ദിവസവും കഴിഞ്ഞാൽ തഥാ വാനരാഹ, അപ്പോൾ ഹേ വാനരന്മാരെ, മത്തഹ, എന്നിൽ നിന്ന് പ്രാണാന്തികം ദണ്ഡം, നിങ്ങൾക്കുള്ള ശിക്ഷ എന്താണ്? വധം, നിങ്ങളുടെ പ്രാണനെ എടുക്കും ഞാൻ. പേടിപ്പിക്കണം. എന്നാൽ അവർ നല്ല ഊർജ്ജസ്വലതയോടുകൂടി സീത അന്വേഷിക്കുമല്ലോ. പ്രാപ്സ്യത, നിങ്ങൾ പ്രാപിക്കും, മീൻസ് നിങ്ങൾക്ക് വധാണ് ശിക്ഷ. ഇതി ഭീമവിക്രമാൻ വാനരാൻ പ്രസ്ഥാപ്യ, ഇപ്രകാരം ഭീമോ മീൻസ് വലിയ പരാക്രമികളായിട്ടുള്ള വാനരന്മാരോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആജ്ഞാപിച്ചിട്ട് സുഗ്രീവ ശ്രീരാമൻ നത്വ, സുഗ്രീവൻ ശ്രീരാമനെ നമസ്കരിച്ചിട്ട് രാമസ്യ പാർശ്വേ, രാമൻ്റെ പാർശ്വത്തിൽ ഉപവേശിക്കും, ഇരുന്നു, സമീപിക്കുകയും അടുത്തിരുന്നു എന്ന്. എന്താ പറഞ്ഞാൽ ഈ അങ്ങേയറ്റം എല്ലാ ലക്ഷണങ്ങളും ഒത്ത ജാനകിയെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അന്വേഷിച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കണം. 1 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ സീത എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരണം. ഇതാണ് എൻ്റെ കൽപ്പന. ദിസ് ഈസ് ആൻ ഓർഡർ, നോട്ട് എ റിക്വസ്റ്റ് എന്ന് പറയുകയാണ്. അതായത് ഒരു രാജാവിനെ ഓർഡർ ചെയ്യാലോ, റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ പറയണത്? നിങ്ങൾ 1 മാസത്തിനുള്ളിൽ സീത അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിനുള്ള എത്ര ശ്രമം ഉണ്ടെങ്കിലും ആ ശ്രമം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് 1 മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കണം. അതെൻ്റെ ആജ്ഞയാണ്. ദിസ് ഈസ് മൈ ഓർഡർ. സീതയെ കാണാതെ 1 മാസവും 1 ദിവസവും കഴിഞ്ഞു വെച്ചോട്ടെ, നിങ്ങൾക്ക് സീതയെ കണ്ടുപിടിക്കാൻ പറ്റാതെ 1 മാസം 1 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വധശിക്ഷയാണ്. നിങ്ങൾക്ക് തരാനുള്ള ശിക്ഷ എന്താ? പ്രാണഹാനി പറഞ്ഞാൽ നിങ്ങളെ ഞാൻ വധിക്കുന്ന ചെയ്യും. അതാവും ഞാൻ നൽകണ ശിക്ഷ. ഇപ്രകാരം പറഞ്ഞിട്ട് അവരെ ഒക്കെ അയച്ചതിന് ശേഷം സുഗ്രീവൻ ശ്രീരാമനെ നമസ്കരിച്ച് ശ്രീരാമൻ്റെ അടുത്ത് വന്നിരുന്നു എന്നാണ് ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞത്. വിജിന്വന്തു പ്രയത്നേന ഭവന്തോ ജാനകീം ശുഭാം, ശുഭയായിട്ടുള്ള ജാനകിയെ പ്രയത്നത്തോടുകൂടി അന്വേഷിക്കണം. മാസാദർവാങ് നിവൃത്തത്വം മച്ഛാസന പുരസ്സരാഹ, എൻ്റെ ശാസനയാണ് 1 മാസത്തിനുള്ളിൽ. സീതാം അദൃഷ്ട്വ, കണ്ടില്ലെങ്കിൽ യതിവോ മാസാദൂർധ്വം ദിനം ഭവേത്, മാസത്തിൽ 1 ദിവസം കൂടിയും കഴിഞ്ഞാൽ, 1 മാസം 1 ദിവസവും കഴിഞ്ഞാൽ
തഥാ പ്രാണാന്തികം ദണ്ഡം മത്ത പ്രാപ്സ്യഥ വാനര. എൻ്റെ ശിക്ഷ നിങ്ങളുടെ ജീവൻ്റെ ഇടുക്കൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇതി പ്രസ്ഥാപ്യ സുഗ്രീവോ, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വാനരാൻ ഭീമവിക്രമാൻ, അവരൊക്കെ പോയതിന് ശേഷം രാമസ്യ പാർശ്വേ ശ്രീരാമം നത്വാ ചോപവിവേശസ, ശ്രീരാമനെ നമസ്കരിച്ച് രാമപാർശ്വേ, രാമൻ്റെ അടുത്ത് അവിടെ ഇരുന്നു, സമീപത്തിരുന്നു. ഇനി 28ഉം 29ഉം നമുക്ക് ചെയ്യാം. ഗച്ഛന്തം മാരുതിം ദൃഷ്ട്വാ രാമോ വചനമബ്രവീദ് അഭിജ്ഞാനാർത്ഥമേതന്മേ ഹ്യങ്കുലീയകമുത്തമം മന്നാമാക്ഷരസംയുക്തം സീതായൈ ദീയതാം രഹ അസ്മിൻ കാര്യേ പ്രമാണം ഹി ത്വമേവ കപിസത്തമാ ജാനാമി സത്വം തേ സർവം ഗച്ഛ പന്ഥാ ശുഭസ്തവ. ഗച്ഛന്തം മാരുതിം ദൃഷ്ട്വാ, പോവാൻ ഭാവിക്കണ ഹനുമാനെ നോക്കിയിട്ട് രാമ വചനം അബ്രവീത്, രാമൻ ഇപ്രകാരം പറഞ്ഞു. അഭിജ്ഞാനാർത്ഥം, അടയാളത്തിനായിക്കൊണ്ട്, സീതയ്ക്ക് ഈ വരണ ആള് ശ്രീരാമൻ അയച്ച ആളാണെന്ന് മനസ്സിലാവണമെങ്കിൽ എന്തെങ്കിലും ശ്രീരാമൻ്റെ ഒരു അടയാളം കൊടുക്കണമല്ലോ. അതിനുവേണ്ടി അഭിജ്ഞാനാർത്ഥം, അടയാളത്തിനായിക്കൊണ്ട് ഉത്തമം മന്നാമാക്ഷര സംയുതം ഏതാദങ്കുലീയകം, വളരെ ശ്രേഷ്ഠവും എൻ്റെ നാമം കൊത്തിയതുമായ ഈ മോതിരത്തെ, അങ്കുലീയകം മോതിരാണ്, മോതിരത്തെ സീതായൈഹി രഹ ദീയതാം, സീതയ്ക്കായിക്കൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് കൊടുക്കണം. കപിസത്തമ, ഹേ വാനന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാനെ, അസ്മിൻ കാര്യേ, ഈ കാര്യത്തിൽ ത്വമേവ പ്രമാണം ഹി, നീ തന്നെയാണ് ഇത് സാധിച്ചു വരിക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിശ്ചയം. തേ സത്വം സർവം ജാനാമി, നിൻ്റെ ബലം മുഴുവൻ എനിക്കറിയാം. ഗച്ഛ, പോയാലും തവ പന്ഥാഹ ശുഭ, നിനക്ക് യാതൊരു അമംഗളവും വഴിയിൽ സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പോവാൻ റെഡിയായിട്ട് ഹനുമാൻ എല്ലാവരോടും പോകാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ പോവാൻ ഒരുങ്ങി നിൽക്കണ ഹനുമാനെ നോക്കി രാമൻ പറഞ്ഞു, അടയാളത്തിന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള എൻ്റെ നാമം എഴുതിയിട്ടുള്ള ഈ മോതിരം നീ സീതയെ കാണുമ്പോൾ ഏകാന്തത്തിൽ സീതയ്ക്ക് നൽകൂ. ഈ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ആള് നീ തന്നെയാണ്. ഹനുമാനോട് പറയാണ്, നീ തന്നെയാണ്, നിൻ്റെ സർവ്വബലവും എനിക്കറിയാം. ഇതും കയ്യെ പിടിച്ച് സീതാന്വേഷണത്തിന് പൊക്കോളൂ, സീതയെ കണ്ടാൽ ഇത് കൊടുത്തോളൂ, അപ്പോൾ സീതയ്ക്ക് ഞാൻ അയച്ചു വരുന്ന ആളാന്ന് മനസ്സിലാവും. അങ്ങനെ നിൻ്റെ മാർഗം മംഗളമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞയച്ചു. ഗച്ഛന്തം മാരുതിം ദൃഷ്ട്വാ രാമോ വചനമബ്രവീദ് അഭിജ്ഞാനാർത്ഥമേതന്മേ ഹ്യങ്കുലീയകമുത്തമം മന്നാമാക്ഷര സംയുക്തം, എൻ്റെ നാമം എഴുതിയിട്ടുള്ള ഇത് സീതായൈ ദീയതാം രഹ, രഹസ്യമായിട്ട് ഏകാന്തത്തിൽ ഇതിലേക്ക് കൊടുത്താലും അസ്മിൻ കാര്യേ പ്രമാണം ഹി ത്വമേവ കപിസത്തമ, നീ തന്നെയാണ് അതിന് അർഹൻ എന്നെനിക്ക് തോന്നുന്നുണ്ട്. ജാനാമി സത്വം തേ സർവം, നിൻ്റെ കഴിവൊക്കെ എനിക്ക് അറിയാം. ഗച്ഛ പന്ഥാ ശുഭസ്തവ, നിൻ്റെ മാർഗം മംഗളമായി തീരട്ടെ. ഇനി 30. ഏവം കപീനാം രാജ്ഞാ തേ വിസൃഷ്ട പരിമാർഗണേ സീതായ അംഗദമുഖ ബഭ്രമുസ്തത്ര തത്ര. ഏവം കപീനാം രാജ്ഞ, ഇപ്രകാരം കവികളുടെ രാജാവിനാൽ സുഗ്രീവനാൽ സീതായാഹ പരിമാർഗേണ, സീതാന്വേഷണത്തിൽ വിസൃഷ്ടാഹ അംഗദമുഖ, അയക്കപ്പെട്ട അംഗദൻ മുതലായവർ തത്ര തത്ര, അവിടെ അവിടെ, ബഭ്രമുഹ, അവിടെ എല്ലാം നോക്കി അന്വേഷിച്ച് നടന്നു. അതായത് ഇങ്ങനെ സുഗ്രീവൻ്റെ ആജ്ഞയെ അനുസരിച്ചിട്ട് അംഗദാദി വാനരന്മാർ അവിടെ ഇവിടെ ചുറ്റിച്ചരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഭ്രമന്തോ വിദ്യഗഹനെ ദദൃശു പർവ്വതോപമം രാക്ഷസം ഭീഷണാകാരം ഭക്ഷയന്തം മൃഗാൻ ഗജാൻ. വിന്ധ്യഗഹനെ, വിന്ധ്യ പർവ്വതത്തിൻ്റെ അടുത്തുള്ള കാട്ടിൽ ഭ്രമന്ത സഞ്ചരിക്കുന്ന അവർ മൃഗാൻ ഗജാൻ ഭക്ഷയന്തം, മൃഗങ്ങളെയും ആനകളെയൊക്കെ ഭക്ഷിക്കുന്ന പർവ്വതോപമം ഭീഷണാകാരം രാക്ഷസം ദദൃശു, പർവ്വതതുല്യന്മാരായിട്ടുള്ള ഭയങ്കര രൂപമുള്ള രാക്ഷസന്മാരെ കണ്ടു എന്ന്. അതായത് വിന്ധ്യ പർവ്വതത്തിൻ്റെ അടുത്തുള്ള കാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവർ
കണ്ടാൽ അങ്ങേയറ്റം ഭയം നമുക്ക് ജനിപ്പിക്കുന്ന ആകൃതിയും പർവ്വതം പോലെ വലിപ്പമുള്ള ഒരു രാക്ഷസൻ മാനിനെയും ആനയും ഒക്കെ പിടിച്ചു തിന്നുന്നത് കണ്ടു. വലിയൊരു രാക്ഷസൻ, ആനയും കൂടിയും തിന്നാനുള്ള വലിപ്പമുള്ള രാക്ഷസനെ ആ വിന്ധ്യാടവിയിൽ സഞ്ചരിക്കുമ്പോൾ അവർ കണ്ടു. ഭ്രമന്തോ വിന്ധ്യഗഹനെ ദധിച്ചു പർവ്വതോപമം, ഒരു വലിയ രാക്ഷസനെ കണ്ടു. രാക്ഷസം ഭീഷണാകാരം ഭക്ഷയന്തം മൃഗാൻ ഗജാൻ, ചെറിയ മൃഗങ്ങളെന്നല്ല ആനയും കൂടി തിന്നണത്. ഇനിയോ 32. രാവണോയമിതി ജ്ഞാത്വാ കേചിദ്വാനരപുങ്കവാഹ ജഘ്നു കിലുകിലാശബ്ദം മുഞ്ചന്തോ മുഷ്ടിഭീക്ഷണാൽ. കേചിത് വാനരപുങ്കവാഹ, ചില വാനരന്മാർ അയം രാവണ ഇതി ജ്ഞാത്വ, ഇത് രാവണനാന്ന് വിചാരിച്ചിട്ടേ ആ വലിയ രാക്ഷസനെ കണ്ടുല്ലോ, ആ കണ്ട രാക്ഷസനെ രാവണനെ വിചാരിച്ചിട്ട് കിലുകിലാ ശബ്ദം മുഞ്ചന്ത, കിലുകിലാ ശബ്ദം പുറപ്പെടുവിക്കുന്നവരായിട്ട് അവരിങ്ങനെ കുരഞ്ഞമാരെ ശബ്ദം പുറപ്പെടുവിച്ചു. മുഷ്ടിഭീക്ഷണ ജഘ്നു, ഉടനെ മുഷ്ടികൾ കൊണ്ട് ആ രാക്ഷസനെ ഇടിച്ചു. ആ രാക്ഷസൻ, ആ ഭീമാകാരനായിട്ടുള്ള രാക്ഷസൻ രാവണനാണെന്ന് വിചാരിച്ചിട്ട് ചില വാനര വീരന്മാർ പെട്ടെന്ന് അവർക്ക് സന്തോഷമാകുമ്പോൾ, എക്സൈറ്റ്മെൻ്റ് ആകുമ്പോൾ ശബ്ദം ഉണ്ടാക്കുമല്ലോ ഈ കുരഞ്ഞന്മാർ, അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവനെ അവരുടെ ശക്തിയേറിയ മുഷ്ടികൾ കൊണ്ട് അങ്ങോട്ട് ഇടിച്ചു എന്ന് ആ രാക്ഷസനെ. രാവണോയം ഇതി ജ്ഞാത്വാ കേചിദ്വാനരപുങ്കവാഹ ജഘ്നു കിലുകിലാ ശബ്ദം മുഞ്ചന്തോ മുഷ്ടിഭീക്ഷണാൽ, മുഷ്ടി കൊണ്ട് അടിച്ചു. 33. നായം രാവണ ഇത്യുക്ത്വാ യയുരന്യൻ മഹദ്വനം തൃഷാർത്താഹ സലിലം തത്ര നാവിന്ദൻ ഹരിപുങ്കവാഹ. അയം ന രാവണ ഇതി ഉക്ത്വ, ഇവൻ രാവണനൊന്നല്ല എന്ന് പറഞ്ഞിട്ട് അന്യത് മഹദ്വനം യയു, വേറൊരു മഹാവനത്തിലേക്ക് സീത അന്വേഷിച്ച് പുറപ്പെട്ടു. തൃഷാർത്താഹ ഹരിപുങ്കവാഹ, ദാഹം കൊണ്ടും വിശപ്പുകൊണ്ടും പീഡിതരായിട്ടുള്ള ഇവർ തത്ര സലിലം ന അവിന്ദൻ, അവിടെ ജലമൊന്നും കണ്ടില്ല, അവർക്ക് ദാഹിക്കുണ്ടായിരുന്നു. ഇവൻ രാവണനൊന്നല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് പറഞ്ഞും കൊണ്ട് അവർ മറ്റൊരു മഹാവനത്തിലേക്ക് പോയി. ദാഹം കൊണ്ട് വരഞ്ഞ അവർക്ക് അവിടെ വെള്ളമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നായം രാവണ ഇത്യുക്ത്വാ യയുരന്യൻ മഹദ്വനം തൃഷാർത്താഹ സലിലം തത്ര നാവിന്ദൻ ഹരിപുങ്കവാഹ. വിഭ്രമന്തോ മഹാരണ്യേ ശുഷ്കകണ്ഠോഷ്ഠതാലുകാഹ ദദുചുർഗഹ്വരം തത്ര തൃണഗുൽമാവൃതം മഹദ്. ശുഷ്കകണ്ഠോഷ്ഠതാലുകാഹ, വരണ്ട തൊണ്ടയും വായയും, അതായത് ഈ അണ്ണാക്ക എന്നൊക്കെ പറയുമല്ലോ, അവിടെയൊക്കെ എന്നിവയോട് കൂടിയവരും മഹാരണ്യ വിഭ്രമന്ത, ഘോരവനത്തിൽ ചുറ്റിത്തിരിയുന്നവരും ആയിട്ട് തത്ര അവിടെ തൃണഗുൽമാവൃതം മഹദ് ഗഹ്വരം ദദൃശു, പുല്ല്, ധാരാളം വള്ളിക്കുടിലുകൾ ഇവയൊക്കെ ഉള്ള മഹത്തായൊരു ഗുഹ കണ്ടു. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ, അതായത് മുഖവും കഴുത്തും ചുണ്ടും ദാഹം കൊണ്ട് വരണ്ടിരിക്കണ ആ വാനരന്മാർ ആ അതിഘോരമായ വനത്തിൽ വെള്ളം തിരഞ്ഞ് നടക്കുമ്പോൾ വള്ളിക്കുടിലുകളും പുല്ലും മൂടിയിട്ട്, വെള്ളമൊന്നുമില്ല അവിടെ കേട്ടോ, അത്ര വെള്ളമില്ലാത്ത സ്ഥലം, എന്നിട്ടും വള്ളിക്കുടിലുകളും പുല്ലും മൂടിയിരിക്കണം ഒരു വലിയ ഗുഹ അവിടെ കണ്ടു. അപ്പം നമുക്ക് ഈ 34 കഴിഞ്ഞ് നിർത്താം, കാരണം ഇനി 35, 36 അപ്പോഴേക്കും സമയം അധികമാവും. അപ്പം ഞാൻ ആ വള്ളിക്കുടിൽ കണ്ടു, വെള്ളം തിരഞ്ഞ് നടക്കുമ്പോൾ വള്ളിക്കുടിലുകളും ധാരാളം പുല്ലും നിറഞ്ഞൊരു ഗുഹ കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ വാനന്മാരെ, സീതാന്വേഷണത്തിന് പോയിട്ടുള്ള വാനന്മാർ, വിഭ്രമന്തോ മഹാരണ്യേ ശുഷ്കകണ്ഠോഷ്ഠതാലുകാ ദദശുർഗഹ്വരം തത്ര തൃണു ഗുൽമാവൃതം മഹദ്. വലിയൊരു ഗുഹ കണ്ടു എന്ന്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.